നമസ്കാരം. ദിലീപിന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് തിയേറ്ററിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഏറെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് ആളെ എത്തിച്ച ഒരു ദിലീപ് ചിത്രമായും പ്രിൻസ് ആൻഡ് ഫാമിലി മാറി. ദിലീപിന് പുറമെ ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ഉർവശി, ജോസുകുട്ടി, ജേക്കബ്, റാനിയ റാണ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തു. ഇപ്പോഴിതാ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ വേഷത്തെക്കുറിച്ച് പുതുമുഖ താരമായ റാനിയ റാണ നൽകുന്ന ഒരു അഭിമുഖമാണ് വൈറലാകുന്നത്. ചിഞ്ചു റാണി എന്ന വ്ലോഗറുടെ വേഷത്തിലായിരുന്നു ചിത്രത്തിൽ റാനിയ റാണ എത്തിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ നൃത്ത പഠനം ആരംഭിച്ച റാനിയ ഇന്ന് അറിയപ്പെടുന്ന നർത്തകി കൂടിയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ അതിയായ ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. ഇതാണ് അഭിമുഖത്തിൽ റാനിയ റാണ വ്യക്തമാക്കുന്നത്. ലോക പ്രശസ്തിയായ നർത്തകിയും സിനിമാ നടിയുമാകണമെന്നായിരുന്നു കുഞ്ഞുനാളുകളിലെ പറയാറുണ്ടായിരുന്നത്. തമിഴടക്കം നേരത്തെയും ചില അവസരങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും അത് മുടങ്ങിപ്പോയി. ഒരിക്കൽ തമിഴിൽ ഇപ്പോഴുള്ള പ്രശസ്ത തമിഴ് നടന്റെ ചിത്രത്തിൽ ഒരു വേഷം ലഭിച്ചു. എന്നാൽ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയമായപ്പോഴേക്കും അതും മുടങ്ങുകയാണ് ഉണ്ടായത്. എല്ലാത്തിനും ഒടുവിൽ ആഗ്രഹം പോലെ കിട്ടിയ വേഷമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലേത്. ഇത്തരമൊരു ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നബാലയും അസിസ്റ്റന്റ് ഡയറക്ടർ മനുവും കൂടിയാണ് എന്നെ ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ ഓഡീഷൻ സംവിധായകന്റെയും എഴുത്തുകാരന്റെയും മുൻപിലായിരുന്നു. അവരെല്ലാം ഒക്കെ പറഞ്ഞതിന് ശേഷം ദിലീപ് ഏട്ടന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ ആ വേഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും താരം പറയുന്നു. എന്റെ കഥാപാത്രം ദിലീപ് ഏട്ടന്റെ എടുത്തു കറക്കുന്ന ഒരു സീനുണ്ട്. അത്യാവശ്യം ജിമ്മും യോഗയും ഡാൻസും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത്തരം ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ ട്രെയിനിൽ റോപ്പിൽ കിടന്ന് വേറെ ഒരു ചേട്ടനായിരുന്നു. റോപ്പ് ഉള്ളത് കൊണ്ട് ആ സമയത്ത് കൈ വെച്ച് എക്സ്പ്രഷൻ മാത്രം കൊടുത്താൽ മതി. ട്രെയിൻ ചെയ്തപ്പോൾ വലിയ വെയിറ്റ് ഒന്നും തോന്നാത്തത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ ചെയ്തു. ടേക്ക് എടുക്കാനായി ദിലീപ് ഏട്ടൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ മാത്രമേ റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ, മുട്ടിലില്ല. അതായത് അപ്പോൾ ഭാരം മുഴുവൻ ഞാൻ തന്നെ തൂക്കേണ്ടി വരും. അങ്ങനെ ദിലീപ് ഏട്ടനെ ഞാൻ എടുത്തു കറക്കുന്ന സീൻ എടുത്തു. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. ആ സീൻ എടുക്കുന്നതിൽ ദിലീപ് ഏട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു. എടോ, നീ എന്നെ താഴെ ഇട്ടാൽ എന്റെ നടു ഒഴി, നീ താഴെ ഇടുമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചു കൊണ്ടിരുന്നത്. എല്ലാവരും പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തെ താഴെ ഇടാതെ ആ സീൻ ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ എടുത്ത് തൂക്കിയിട്ട് താഴെ വീണപ്പോൾ എന്റെ കയ്യിലെ നഖം ഒടിഞ്ഞു, ചെരുപ്പ് പൊട്ടി, കാല് ചെറുതായിട്ട് ഇടിച്ചു. അത് കാരണം ദിലീപ് ഏട്ടന് ആകെ വിഷമമായി. എന്തെങ്കിലും പറ്റൂ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഓക്കെ ആണെന്ന്. റാനിയ റാണ ഇതൊക്കെ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഈ ചിത്രത്തിന് ദിലീപിന്റെ അഭിനയം ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. നിരവധി ഗോസിപ്പുകൾ നടിയുമായി ഉയരുന്നുമുണ്ട്.